ഇതാണ് മഹീന്ദ്ര ഥാർ 2025 ഫേസ് ലിഫ്റ്റാണ്. മുന്നിൽ എന്താ മാറ്റം? കണ്ടാൽ കാര്യമായിട്ട് മാറ്റം തോന്നില്ലല്ലോ. ആ വൈപ്പർ ബ്ലേഡ് നോക്കിയേ, പിന്നെ ഈ ഒരു പീസ് നോക്കിയേ. ഈ പീസ് എന്ന് പറയുന്നത് പഴയ ഫസ്റ്റ് വണ്ടിയിലുണ്ടായിരുന്നു, പിന്നീട് ഇപ്പോഴാണ് വന്നത്. ഇത് ബോഡി കളറാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ സ്ലാറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ പെയിൻറ്റ് ഒരു ഇത്തിരി ഓറഞ്ച് വീലൊക്കെ കാണാം. ഇവിടെ കണ്ടോ ഹണിക്കോം പറ്റുന്നുണ്ട്. ഈ വീൽ ക്യാപ്പ് കണ്ടോ, ഇത് റോക്സിൻ്റെ ആണ്. പിന്നിൽ ഈ ഒരു സുന കണ്ടോ, ഈ സുന എന്ന് പറയുന്നത് വാഷറാണ്, അതായത് വൈപ്പർ വന്നു, റോക്സിലാണെന്ന വൈപ്പറാണ്. ഇത് നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈസി ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് കണ്ടോ, ഇതിൻ്റെ ഒരു മെക്കാനിസം നോക്കിയേ, ഇതാണ് ആ മെക്കാനിസം. ഈ വയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്, ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ജുഗാതി ആയാലും മനസ്സിലാവുന്നില്ല. പിന്നെ ഈ സീറ്റൊക്കെ കണ്ടോ, വ്യത്യാസങ്ങളില്ല. റോക്സിൽ നിന്ന് കടം കൊണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്, അത് ഈ ക്യാമറയാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ വൈപ്പറും ക്യാമറയും വന്നു എന്നുള്ളതാണ്. ആ സിൽവർ ഇൻസേർട്ട് ഇവിടെ ബാക്കിലും കാണാം. സ്വിച്ചുകൾ ഡോറിലേക്ക് മാറി, പവർ വിൻഡോടെ 2 ഉള്ളൂ, കാരണം 2 വിൻഡോയിലേ ഉള്ളൂ. പക്ഷേ വലിയ ബോട്ടിൽ ഹോൾഡർ വന്നു. റോക്സിലും ഇത് ആദ്യം ഉണ്ടായില്ല, പിന്നീട് വന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. ഈ സീറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇവിടെ ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. സീറ്റ് മറിച്ചിട്ട് തന്നെ കയറണം, പക്ഷേ ബാക്കിൽ AC വെൻറ്റ് കാണാം. ഇതാണ് ഇൻറ്റേർണൽ ഫ്യൂൽ റിലീസ് ബട്ടൺ, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഈ സ്വിച്ചുകളും ഈ സ്റ്റിയറിങ്ങും 3XO നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡയൽസിന് മാറ്റില്ല, MIDക്ക് മാറ്റില്ല, എല്ലാം അങ്ങനെ തന്നെ തൊട്ടാണ്. ഇവിടെ വലിയ സ്ക്രീൻ വന്നു എന്നുള്ളതാണ് പുതുമ. റോക്സിൽ കണ്ട 3XO കണ്ട അതേ സ്ക്രീൻ തന്നെയാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡും കാണാം.